ഹായ്. 10ാം ക്ലാസ്സുകാരുടെ എസ് എസ് എൽ സിയുടെ പുതിയ സിലബസ് വന്നിട്ടുണ്ട്. പുതിയ സിലബസിലെ സോഷ്യൽ സയൻസിന്റെ ടെക്സ്റ്റ് ബുക്കാണ് നമ്മൾ നോക്കുന്നത്. സോഷ്യൽ സയൻസ് വണ്ണും സോഷ്യൽ സയൻസ് ടൂ ആയിട്ട് ആ രണ്ട് ഭാഗത്തിന്റെ ടെക്സ്റ്റ് ബുക്കുകളുടെയും ഫസ്റ്റ് പാർട്ടുകൾ അപ്ലോഡ് ആയിട്ടുണ്ട്. അതായത് ജോഗ്രഫിയുടെ ഫസ്റ്റ് പാർട്ടും ഹിസ്റ്ററിയുടെ ഫസ്റ്റ് പാർട്ടും നമുക്ക് സമഗ്ര വഴിയൊക്കെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അതൊക്കെ അപ്ലോഡ് ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഹിസ്റ്ററിയുടെ ഫസ്റ്റ് പാർട്ട് നോക്കാം. ഫസ്റ്റ് പാർട്ട് മാത്രമാണ് ഇതുവരെ അപ്ലോഡ് ആയിട്ടുള്ളൂ. ഹിസ്റ്ററിയുടെ ഫസ്റ്റ് പാർട്ടിലെ 5 യൂണിറ്റുകളാണ് വരുന്നത്. ജോഗ്രഫിയുടെ ഫസ്റ്റ് പാർട്ടിലെയും 5 യൂണിറ്റുകളാണ്. അപ്പൊ നമുക്ക് ഒന്ന് അസ്യൂം ചെയ്യാവുന്നത് ടോട്ടൽ വി കാൻ എക്സ്പെക്ട് അറൌണ്ട് 20 or 21 ചാപ്റ്റേഴ്സ് ഫോർ ദ ന്യൂ സിലബസ്. പുതിയ സിലബസിൽ നമുക്ക് 20 or 21 അറൌണ്ട് 20 ചാപ്റ്റേഴ്സ് എക്സ്പെക്ട് ചെയ്യാം. ഓരോ പാർട്ടിലും 5 ചാപ്റ്റേഴ്സ് വെച്ചിട്ട്. അപ്പോൾ ഈ ഒരു സിലബസിന്റെ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ കാണുമ്പോൾ പുതിയൊരു സിലബസിന്റെ യൂണിറ്റ് ഒക്കെ നോക്കുമ്പോൾ ഈ പുതിയൊരു സിലബസിന്റെ സോഷ്യൽ സയൻസിന്റെ ഹിസ്റ്ററിയുടെ യൂണിറ്റ്സിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് this is more similar to NCERT pattern of textbook or NCERT patterns of unit. NCERT യൂണിറ്റ്സിനോട് അല്ലെങ്കിൽ 10th CBSEന്റെ ടെക്സ്റ്റ് ബുക്കുകളിലുള്ള പാറ്റേൺ അല്ലെങ്കിൽ ടോപ്പിക്സിനോട് കുറച്ചൊക്കെ സിമിലാരിറ്റി ഉള്ള ചില ഭാഗത്ത് മാത്രം സിമിലാരിറ്റി ഉള്ള ടോപ്പിക്സ് ആണ് ഇവിടെ നമുക്ക് യൂണിറ്റുകളായി കൊടുത്തിട്ടുള്ളത്. അതിനൊരു എക്സാമ്പിൾ ആണ് ലിബർട്ടി, ഇക്വാലിറ്റി, ഫ്രെറ്റേണിറ്റി എന്ന് പറയുന്ന സെക്കൻഡ് യൂണിറ്റ്. ഇത് ഫ്രഞ്ച് റെവല്യൂഷനെ കുറിച്ച് മാത്രം പർട്ടിക്കുലർലി ഡീല് ചെയ്യുന്ന ഒരു യൂണിറ്റ് ആണ് സെക്കൻഡ് യൂണിറ്റ്. നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട് റെവല്യൂഷൻസ് ഇൻഫ്ലുവൻസ് ദ വേൾഡ് എന്ന് പറഞ്ഞിട്ട് പഴയ സിലബസിൽ ഉണ്ടായിരുന്നു. നിങ്ങളല്ല, നിങ്ങളുടെ സീനിയേഴ്സ് ആയിട്ടുള്ള 10th പഠിച്ചിട്ടുണ്ടാവും. റെവല്യൂഷൻസ് ഇൻഫ്ലുവൻസ് ദ വേൾഡ് എന്ന് പറയുന്ന ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ എന്ന് പറയുന്ന യൂണിറ്റ് ഉണ്ടായിരുന്നു പഴയ സിലബസിലെ. അതില് ഒരുപാട് റെവല്യൂഷൻസ് നമ്മൾ ചൈനീസ് റെവല്യൂഷൻ, അമേരിക്കൻ റെവല്യൂഷൻ, ഒരു അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ്, അതേപോലെ തന്നെ ഫ്രഞ്ച് റെവല്യൂഷൻ, റഷ്യൻ റെവല്യൂഷൻ ഒക്കെ പഠിക്കുമ്പോൾ അതിന്റെ കൂട്ടത്തിൽ ഒന്നായിട്ടാണ് നമ്മൾ ഫ്രഞ്ച് റെവല്യൂഷൻ പഠിച്ചത്. ബട്ട് ഈ ഒരു പുതിയ ടെക്സ്റ്റ് ബുക്കിലെ ഫ്രഞ്ച് റെവല്യൂഷൻ ഒരു പെർട്ടിക്കുലർ കേസ് സ്റ്റഡി ആയിട്ട് അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ മെൻഷനിങ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. പെർട്ടിക്കുലർ ആയിട്ട് അതിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് ഒരു യൂണിറ്റ് വന്നിട്ടുള്ളത്. പിന്നെ നമ്മൾ പഴയ ക്ലാസ്സുകളിലേക്ക് റിനൈൻസൻസ് അഥവാ നവോത്ഥാനം എന്ന് കേട്ടിട്ടുണ്ടാവും, നവോത്ഥാനം പഠിച്ചിട്ടുണ്ടാവും. അതിനകത്തുള്ള ഒരു സബ് ടോപ്പിക് മാത്രമായിട്ടാണ് നമ്മൾ ഹ്യൂമനിസം അഥവാ മാനവികത എന്ന് പറയുന്ന കാര്യത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടാവുക, ആ ഒരു കൺസെപ്റ്റിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവുക. എന്നാൽ നമ്മുടെ പുതിയ ടെക്സ്റ്റ് ബുക്കിലെ ഹ്യൂമനിസം ഒരു മെയിൻ ടോപ്പിക്കാണ്, ഒരു മെയിൻ യൂണിറ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. പക്ഷെ അതിനകത്ത് റിനൈൻസൻസും റിഫോർമേഷനും കൗണ്ടർ റിഫോർമേഷൻ എന്നൊക്കെ പറയുന്ന നമ്മൾ എവിടെയൊക്കെ കേട്ട് ശീലിച്ചിട്ടുള്ള ആ പദങ്ങളും ആ ഒരു കൺസെപ്റ്റുകളൊക്കെ തന്നെ ഇൻക്ലൂഡഡ് ആണ്. ബട്ട് ഹ്യൂമനിസത്തിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഹ്യൂമനിസത്തെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ ബാക്കിയുള്ളതിനെയൊക്കെ ഇന്റർപ്രറ്റേറ്റ് ചെയ്യുകയാണെന്ന് നമുക്ക് പറയാൻ പറ്റും അബൌട്ട് ഫസ്റ്റ് യൂണിറ്റ്. തേർഡ് യൂണിറ്റ് സോഷ്യൽ അനാലിസിസ് ത്രൂ സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എന്ന് പറയുന്ന യൂണിറ്റ് ആണ്. ഈ തേർഡ് യൂണിറ്റ് കഴിഞ്ഞ സിലബസിൽ ഉണ്ടായിരുന്ന സോഷ്യോളജി വാട്ട് ആൻഡ് വൈ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ടായിരുന്നു. കഴിഞ്ഞ സിലബസിലെ സോഷ്യൽ സയൻസുകാർക്ക് 10ാം ക്ലാസ്സിൽ ഉണ്ടായിരുന്ന ഒരു ചാപ്റ്റർ ആയിരുന്നു. അപ്പൊ ആ ഒരു ചാപ്റ്ററുമായിട്ട് ചെറിയ സിമിലാരിറ്റീസ് ഉണ്ട് എന്ന് പറയാം. എനിവേ ഇതൊരു സോഷ്യോളജിനെ കുറിച്ച് ഒന്നുകൂടെ ഇന്റർപ്രറ്റേറ്റ് ചെയ്യുന്ന, ഒന്ന് അനലൈസ് ചെയ്യുന്ന ഒരു യൂണിറ്റ് ആണ്. സാമൂഹ്യ ശാസ്ത്രത്തിന്റെ തിയററ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ അത്രയും ബ്രോഡ് ആയിട്ടുള്ള തിയററ്റിക്കൽ കാര്യങ്ങളിലോട്ട് പോകുന്നില്ലെങ്കിലും അതിനെക്കുറിച്ച് ഒന്ന് ഡിസ്കസ് ചെയ്യുന്ന ഒരു യൂണിറ്റ് ആണ് തേർഡ് യൂണിറ്റ്. വെൽത്ത് ആൻഡ് വേൾഡ് എന്ന് പറയുന്നത് എക്കണോമിക്സുമായിട്ട് ഡീൽ ചെയ്യുന്ന, സാമ്പത്തിക ശാസ്ത്രവുമായിട്ട് ഡീൽ ചെയ്യുന്ന ഒരു യൂണിറ്റ് ആണ്. പബ്ലിക് എക്സ്പെൻഡിച്ചർ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു യൂണിറ്റ് പഴയ സിലബസുകളിൽ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അതുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ പോലും ഏകദേശം എക്കോണമിയുമായിട്ട് ഡീൽ ചെയ്യുന്ന ഒരു യൂണിറ്റ് ആണിത്. മറ്റൊന്ന് പബ്ലിക് ഒപ്പീനിയൻ ഇൻ ഡെമോക്രസി എന്ന് പറയുന്നത് സിവിക്സ് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സയൻസിൽ പെടുന്ന ഒരു യൂണിറ്റ് ആണ്. ഡെമോക്രസി അല്ലെങ്കിൽ നമുക്ക് ഇതിനോട് സിമിലർ ആയിട്ടുള്ള ഒരു യൂണിറ്റ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞിട്ടൊരു യൂണിറ്റ് പഴയ സിലബസിൽ ഉണ്ടായിരുന്നു, കഴിഞ്ഞ വർഷത്തെ സിലബസിൽ ഉണ്ടായിരുന്നു. ഞാൻ പഴയ സിലബസും പുതിയ സിലബസും എൻറ്റയർലി ഡിഫറെന്റ് ആണ്. കമ്പാരിസൺ ഈസ് നോട്ട് പോസിബിൾ, ബട്ട് സിമിലർ ആയിട്ടുള്ള ചില യൂണിറ്റ്സുകൾ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ 5 യൂണിറ്റുകളാണ് ഫസ്റ്റ് പാർട്ടിൽ വരിക. ഇതേപോലെ തന്നെ 5 യൂണിറ്റുകൾ ഫസ്റ്റ് പാർട്ട് ജോഗ്രഫിയിലും ഉണ്ട്, സെക്കൻഡ് പാർട്ട് ജോഗ്രഫി ആൻഡ് ഹിസ്റ്ററിയിലും 5 യൂണിറ്റുകൾ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. താങ്ക് യു.